നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 1 വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായി എത്തിയ ആളാണ് ഷിയാസ് കരീം. ഇതുവഴി ഫൈനലിസ്റ്റുകളിൽ ഒരാളാകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മോഡലിംഗിലൂടെ മിനി സ്ക്രീനിലേക്കും പിന്നീട് ബിഗ് സ്ക്രീനിലേക്കും ഷിയാസ് എത്തി. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലും പങ്കെടുത്തിരുന്നു. തൻ്റെ ഫിറ്റ്നസ് വീഡിയോകളുമായി സോഷ്യൽ മീഡിയകളിലും അദ്ദേഹം സജീവമാണ്. പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു ഷിയാസിൻ്റേത്. ഷിയാസ് പല വേദികളിലും തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 7-8 വർഷത്തോളം പെണ്ണാലോചിച്ച് നടന്നിട്ടുണ്ട്. അവസാനം 2024 ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു. പക്ഷേ ആ വിവാഹം നടന്നില്ല. പിന്നീടാണ് ദർഫ ഷിയാസിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ദർഫയോടൊപ്പമുള്ള മനോഹരമായ പ്രണയ നിമിഷത്തിനൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ് ഷിയാസ് കരീം. ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ബിഗ് ബോസ് മലയാളം സീസൺ 7 പറയുകയാണ് ഷിയാസും ഭാര്യ ദർഫയും. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റിയതെന്നാണ് ഷിയാസ് പറയുന്നത്. ദുബായിലും കേരളത്തിലുമായി ജീവിതം ആസ്വദിക്കുകയാണ് ഇരുവരും. പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെട്ട താരജോഡികളാണ് ഇന്ന് ഇരുവരും. ഏറെ നാളത്തെ സൗഹൃദമാണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയത്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം തന്നെ പിന്തുണച്ച ആളുകൂടിയാണ് തൻ്റെ ഭാര്യ എന്നും ഷിയാസ് പറഞ്ഞിരുന്നു. ഉദ്ഘാടന പരിപാടികളിലും ഷിയാസിനൊപ്പം ദർഫ സജീവമാണ്. എവിടെയും അധികം യാത്ര ചെയ്തിട്ടില്ലാത്ത ആളാണ് ദർഫ. തൻ്റെ ഒപ്പം ഭാര്യയെ കൂട്ടി യാത്ര പോകുമ്പോൾ ഏറെ സന്തോഷമാണെന്നും ഷിയാസ് പറഞ്ഞു. തൻ്റെ ഭാര്യയ്ക്ക് ഒപ്പം പോകുമ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ലെന്നും തനിക്ക് ഉറ്റ സ്നേഹിതയാണ് തൻ്റെ ഭാര്യ എന്നുമാണ് ഷിയാസിൻ പറഞ്ഞത്. വിവാഹം വളരെ സിമ്പിളാണ്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റിയത്. ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടെന്നും ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നും തിരിച്ചറിഞ്ഞെന്നും ഷിയാസ് പറഞ്ഞു. ബ്രേക്കപ്പിന് ശേഷം പ്രണയത്തിലായിരുന്ന സമയത്തെക്കുറിച്ചുള്ള പരാതികളെക്കുറിച്ചും ഷിയാസിന്റെ ഭാര്യ പ്രതികരിച്ചു. എല്ലാം ഷെയർ ചെയ്ത ശേഷം പിന്നീട് കേസ് കൊടുക്കുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ആ സമയം തന്നെ പ്രതികരിക്കണം. അപ്പോൾ റിയാക്ട് ചെയ്യാതെ പിന്നെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ, ആ വ്യക്തിയെ ഒന്ന് നാറ്റിക്കണമെന്നാണ് ദർഫ പറഞ്ഞത്. കൂടാതെ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 7 താരങ്ങൾ പ്രതികരിച്ചു. ബിഗ് ബോസിൽ നമ്മൾ പിന്തുണയ്ക്കുന്നത് അനുമോളെ ആയിരിക്കും. കാരണം ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് അവൾ. രേണു എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്. പേഴ്സണലി ഒന്നും അറിയില്ല. നമ്മുടെ സഹോദരിയെ പോലെയാണ് അനുമോൾ. അതുകൊണ്ട് തന്നെ അവളെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഷിയാസും ദർഫയും പറഞ്ഞത്. അക്ബർ രേണുവിനെ കുറിച്ച് പറഞ്ഞ പരാമർശത്തെക്കുറിച്ചും ഷിയാസ് പ്രതികരിച്ചിരുന്നു. തെറ്റ് പറ്റിയതിനു ശേഷം മാപ്പ് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് എന്നാണ് ഷിയാസ് പറഞ്ഞത്. തെറ്റ് ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ക്ഷമ ചോദിക്കുന്നത് നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയില്ലേ, അതുപോലെയാണ് അക്ബറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് എന്നാണ് ഷിയാസ് പറഞ്ഞത്. പെരുമ്പാവൂരുകാരനായ ഷിയാസ് ഇന്ത്യയിലെ മുൻനിര ഡിസൈനേഴ്സിന് വേണ്ടിയാണ് മോഡലായിട്ടുള്ളത്. ബൾഗേറിയയിൽ നടന്ന മിസ്റ്റർ ഗ്രാൻഡ് സീ വേൾഡ് 2018 ആദ്യ 5 പേരിൽ ഒരാളായിരുന്നു ഷിയാസ്. മിസ്റ്റർ ഫോട്ടോ മോഡൽ 2018, പോപ്പുലാരിറ്റി മോഡൽ 2018 എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ ഷിയാസ് നേടിയിട്ടുണ്ട്. വിവിധ ഫാഷൻ ഷോകളിൽ ജഡ്ജായും ഫാഷൻ ഗ്രൂമറായും ഷിയാസ് എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ, വീരം, സാൽമൺ എന്നീ ചിത്രങ്ങളിലും ഷിയാസ് അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അഭിനേതാവും മോഡലുമാണ് ഷിയാസ് കരീം. ഒരു സിനിമാ നടനാവണമെന്നുള്ള മോഹവുമായി തന്നെയായിരുന്നു ഷിയാസിൻ്റെയും തുടക്കം. പക്ഷേ ചില ചെറിയ റോളുകൾ ചെയ്യാനുള്ള ഭാഗ്യമേ ഷിയാസിന് ഇതുവരെ ലഭിച്ചുള്ളൂ. എന്നാൽ മോഡലിംഗ് രംഗത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തുണ്ടായ നേട്ടം ബൾഗേറിയയിൽ നടന്ന മിസ്റ്റർ ഗ്രാൻഡ് സീ വേൾഡ് 2018 ആദ്യ 5 പേരിൽ ഒരാളായി എന്നതാണ്. ഇതിനു പുറമെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരം കൂടിയാണ് ഷിയാസ്. മിസ്റ്റർ ഫോട്ടോ മോഡൽ 2018 എന്നിങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് താൻ മാറിയതെന്ന് മുൻപൊരിക്കൽ ഷിയാസ് പറഞ്ഞിരുന്നു. പടച്ചവൻ്റെ കാരുണ്യം കൊണ്ട് നല്ലൊരു ഉമ്മയെയും ഭാര്യയെയും നല്ലൊരു ജീവിതവും കിട്ടി. ജീവിതത്തിൽ ദൈവം നടത്തിയതൊക്കെയും പരീക്ഷണങ്ങളായിരുന്നു. അങ്ങനെ താൻ സ്ട്രോങ് ആയി എന്നും ഷിയാസ് പറഞ്ഞു. കയറിക്കിടക്കാൻ ഒരു വീടോ ഇടാൻ നല്ല വസ്ത്രമോ സഞ്ചരിക്കാൻ ഒരു കാറോ ഇല്ലാത്ത ഷിയാസ് കരീം ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് പെരുമ്പാവൂർ ടൗണിൽ 10 സെന്റ് സ്ഥലവും വീടും, എനിക്ക് എൻ്റെ പേരിൽ സ്വന്തമായി ജിമ്മുമുണ്ട്, യാത്ര ചെയ്യാൻ കാറുകളുണ്ട്, നല്ല ഭക്ഷണവും ഉടുക്കാൻ നല്ല വസ്ത്രവും ഒക്കെയുണ്ട്. 2010 ഷിയാസ് കരീമിൽ നിന്നും
ഭീകരമായ മാറ്റങ്ങൾ ദൈവമാണ് വരുത്തിയത്. ദൈവം എന്ന ഒരു ശക്തി എന്നെ കടാക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്നും ഷിയാസ് പറഞ്ഞു. എന്തൊരു വിവാദം വന്നാലും ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് അതിജീവിക്കും. കാരണം ഞാൻ തെറ്റുകാരനല്ല. നമ്മളെ ദൈവം പരീക്ഷിക്കുന്ന സമയങ്ങളാണ് അതൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഷിയാസ് പറഞ്ഞത്. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല താനെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾ എന്തുകൊണ്ട് തന്നെ മാത്രം തേടി വരുന്നു എന്നറിയില്ലെന്നും ചിലപ്പോൾ തൻ്റെ രൂപം കണ്ടിട്ടാകണം തന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് എന്നും ഷിയാസ് വ്യക്തമാക്കി. ഉമ്മയും ഞാനും കൂട്ടുകാരെ പോലെയാണ്. ഞങ്ങൾ തമ്മിൽ 15 വയസ്സാണ് വ്യത്യാസം. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവവും പറഞ്ഞിട്ടുള്ളതും വഴക്ക് കൂടിയിട്ടുള്ളതും ഉമ്മയും ആയിട്ടാണ്. ഇപ്പോൾ അതേ സ്ഥാനത്താണ് ഭാര്യയും. തന്നെ ഒരു വാപ്പയുടെ സ്ഥാനത്തു കൂടിയാണ് ഭാര്യ കാണുന്നത്. കാരണം ആൾക്ക് വാപ്പയില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഭാര്യയുമായുള്ള അടുപ്പം കാണുമ്പോൾ ഉമ്മാക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, സങ്കടമൊന്നുമില്ല. എൻ്റെ വൈഫുമായി ഒരു വാക്ക് തർക്കവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉമ്മയുമായി അത് ഉണ്ടാകാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഭാര്യ എന്നെ വിട്ടുപോയാലോ എന്ന ഭയം എനിക്കുണ്ട്. ഉമ്മ അങ്ങനെ വിട്ടുപോകുന്ന ആളല്ലല്ലോ. ഉമ്മ മരണം വരെയും നമ്മുടെ ഒപ്പമുണ്ട്. ദൈവമേ എന്ന് വിളിക്കുന്നതിലും കൂടുതലും ഞാൻ എൻ്റെ ഉമ്മ എന്നാകും വിളിച്ചിട്ടുണ്ടാവുക എന്നാണ് ഷിയാസ് പറയുന്നത്. സുഹൃത്തുക്കൾ ഒരുപാടൊന്നുമില്ല. ഉള്ള കൂട്ടുകാർ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അവരുടെ ഒപ്പം ഞാൻ അത്രയും കംഫർട്ടാണ്. എനിക്കൊരു സഹായം വേണ്ടി വന്നാൽ അവർ ഒപ്പം നിൽക്കുമെന്ന ഉറപ്പുണ്ട്. അതിനൊരുപാട് കൂട്ടുകാർ ആവശ്യമില്ല, കുറച്ചുപേർ മതിയെന്നാണ് ഷിയാസിൻ്റെ അഭിപ്രായം. ഞാൻ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ അതിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെപ്പോലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് അല്പം ദേഷ്യം കൂടുതലുള്ള ആളാണ്. ചിലപ്പോൾ എൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചേക്കാം. പക്ഷേ ഞാൻ ഭീകരമായി കൺട്രോൾ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അതെനിക്കെതിരെയുള്ള തെറ്റായ ആരോപണമായിരുന്നു. എന്നിട്ടും കയറേണ്ടി വന്നു. അത് ദൈവത്തിൻ്റെ വിധിയാണ്. പക്ഷെ ഞാൻ അതിനുശേഷം നല്ല സ്ട്രോങ് ആയി. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളാണെന്ന് എൻ്റെ ഭാര്യ. അതിന് ദൈവത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും ഷിയാസ് പറഞ്ഞു.